ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് സിമ്പിളായിട്ട് ഒരു ക്യാരറ്റ് കറി നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ കുറവാണെങ്കിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയിൽ ഇതാ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി, പിന്നെ ക്യാരറ്റ് ഈ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഉള്ളി ഒന്ന് വഴറ്റിയ ശേഷം ഇതാ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ട പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഞാൻ ഒന്നേ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായി വഴന്ന ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വേവിച്ച് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് നാളികേരം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 2 ചെറിയ ഉള്ളിയും എടുത്ത് നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പ് ക്യാരറ്റ് വെന്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി പാത്രം കഴുകി ആ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച ശേഷം ഒരു 2-3 മിനിറ്റ് വീണ്ടും ഈ ക്യാരറ്റ് ഈ കോക്കനട്ട് പേസ്റ്റിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഞാൻ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് തൈര് ഒരു 3/4 കപ്പ് ബീറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചട്ടി ഓൾറെഡി ചൂടായിട്ട് തന്നെ കിടക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ചട്ടി ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. കടുകും പിന്നെ നമ്മുടെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുളകും കരിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത ശേഷം ഈ താളിപ്പം നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉച്ചയൂണിന് ഒരു സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീറ്റ്റൂട്ടിൽ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.